ഹലോ! ഇന്ന് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ഒരു അടാർ മട്ടൻ തലക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അടുപ്പിൽ കുക്കർ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 3 സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ചെറിയുള്ളിയും ഇതുപോലെ നെടുകെ കീറിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എല്ലാ കറികൾക്കും ടേസ്റ്റ് കൂട്ടേ ചെയ്യുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞതും ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇപ്പം തന്നെ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ഞാൻ ചേർത്തത്. ഇനി ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ആട്ടിൻതലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെയുള്ള ആ ഒരു ടേസ്റ്റാണ് ഒന്നുകൂടി ഇഷ്ടം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ തല കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബ്രെയിൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെയിൻ ചേർക്കാം, അല്ലെങ്കിൽ അത് ഇപ്പം തന്നെ അങ്ങ് കുഴഞ്ഞു പോകും. ഇതുപോലെ എല്ലാ സൈഡിലേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെയിൻ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഇതിനി മിക്സ് ചെയ്യരുത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നേരത്തെ ഉള്ളി വഴണ്ട് കിട്ടാനുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ഒരു 8 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തൊട്ടപ്പുറത്ത് നമ്മുടെ നൈസ് പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് 8 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ, അടിപൊളിയായിട്ട് നമ്മുടെ മട്ടൻ്റെ തല വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ ഓൺ ചെയ്ത് വെച്ചിട്ട് സിമ്മിലിടുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ തലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇക്കാക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. മട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇക്കാൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. യമ്മിയാ?
ഒരു 10 പീസ് എടുക്കാം. എന്നിട്ട് ഒരു മട്ടൻ്റെ തലമെന്ന് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് കറിയും കൂട്ടിയിട്ട് കറിയും കൂട്ടിയിട്ട് വെള്ളം വേണം. എരിയുണ്ടോ? സംഭവം അടിപൊളിയാണ്. അടിപൊളിയാണ്. ആ കുരുമുളകിൻ്റെ ആ ടേസ്റ്റും ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ടാനോ ഒന്ന് കഴിച്ചേ. ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റും ഇതൊക്കെ നല്ല കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളി അടിപൊളി സ്പൈസിയാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സംഭവം അടിപൊളിയാണ്. കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. എരിവില്ലേ പൊന്നോ? എരിവില്ല കുറച്ച്. ഇത് ഫുള്ള് ഞാൻ തീർക്കൂട്ടാ. ഇത് ഫുള്ള് തീർക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചോ. ഓ അനുവാ അനുവാ ഞാനൊക്കെ പോണേ. ബാത്റൂമിൽ പോകും. അങ്ങോട്ട് പോകും. പത്തിരി കണക്കാം. ഒരു രക്ഷയില്ല. ഇതുപോലുള്ള മട്ടൻ ഭ്രാന്തന്മാരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.